ഹലോ നമസ്കാരം. ദ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ പുഴയും കടന്ന് എന്നുള്ള സീരിയലിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്ന് 4/5/26 കഥയാണ്. അപ്പോൾ നമ്മൾ ശാരദ കാവേരി അന്വേഷിച്ചിട്ട് ടീ കപ്പിൽ ചെല്ലുകയാണ്. ടീ കപ്പിൽ ചെല്ലുമ്പോൾ രാജേശ്വരി കാണുന്നുണ്ട് കാവേരി ഒരു ശാരദ വരുന്നത്. അപ്പോൾ രാജേശ്വരിയുടെ വിചാരം ഈ മറ്റേ പയ്യന്മാരെ പറഞ്ഞയച്ചല്ലോ മഹാനദിക്ക്, അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വരിക എന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഇവരുടെ കയ്യിലൊരു ലഞ്ച് ബോക്സ് ഉണ്ട്, കയ്യിലൊരു കവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ആസിഫേ എന്ന് പറഞ്ഞിട്ട് വേഗം വിളിക്കുകയാണ് രാജേശ്വരി. അപ്പോൾ രാജേശ്വരി പറയും, ആസിഫ് എന്താ ആൻറ്റി ചോദിക്കുമ്പോൾ പറയാം, എടാ നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10 ലക്ഷം കയ്യിൽ പിടിച്ചോ എന്ന് പറയും. ഇപ്പോൾ എന്തിനാ ചോദിക്കുകയാണ്. അപ്പോൾ ആ കൃഷ്ണദാസോ എന്താ അവൻ്റെ പേര്, അവൻ വന്നില്ലേ, അപ്പോൾ അവനെ നമ്മളാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷെ ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ ഇത് നമ്മളുടെ കയ്യിലാകും, പ്രശ്നം വരികയാണെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും ഒതുക്കേണ്ട, ഒരു 10 ലക്ഷം കൊടുത്ത് ഒതുക്കാം, അതിന് വേണ്ടി ചോദിക്കാൻ വരികയാവും എന്നൊക്കെ പറയും. അപ്പോൾ കാവേരിയുടെ അമ്മയാണെന്നുള്ളത് ഇവന് ആസിഫിന് വലിയ പരിചയമില്ല തോന്നണം. അപ്പോൾ അവരോട് അങ്ങോട്ട് എൻ്റെ ഓഫീസ് റൂമിലേക്ക് ഇരിക്കാൻ പറയും. പിന്നെ ഒരൊറ്റ സ്റ്റാഫിനോടും സംസാരിക്കേണ്ടെന്ന് പറയുകയും ചെയ്യണമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവള് ശാരദ നേരെ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ കാവേരിക്ക് പകരം വേറൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിക്കും, കാവേരി എന്ന് ചോദിക്കുമ്പോൾ ആരാ എന്ന് ചോദിക്കട്ടോ. അല്ലെ കാവേരി ഇവിടെ അല്ലേ ജോലി ചെയ്യണേ എന്ന് ചോദിക്കുകയാണ് ശാരദ. അപ്പോഴേക്കും കോള് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ശരി, ഓക്കെ സാർ എന്ന് പറയാണ് കേട്ടോ. ആസിഫ് വിളിച്ച് പറഞ്ഞു അവരെ ഓഫീസിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും കാവേരിയുടെ അമ്മയാണോ നോക്കും. അതെ, ആ മാഡം വരൂ, മാഡത്തിൻ്റെ റൂമിലേക്ക് ഇരിക്കാമെന്ന് പറയും. അപ്പോൾ മാഡത്തിൻ്റെ റൂമിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ശാരദ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാവേരീനെ അവർ മാഡം എന്നാണ് വിളിക്കുന്നത്, അവൾക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടെന്നൊക്കെയാണ് പാവം വിചാരിച്ചത്. അങ്ങനെ ഇവർ കൊണ്ടുപോയിട്ട് രാജേശ്വരിയുടെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അപ്പോൾ രാജേശ്വരി ഇവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് മേശയുടെ മുകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ മറ്റേ എന്താ പറയുക, റിവോൾവിങ് ചെയറാണല്ലോ ഇരിക്കുന്നത്. ആളറിയോ വെറുതെ അല്ല അവളിവിടെ വന്നിട്ട് ടീ കപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എന്താ 20,000 രൂപയുള്ളൂ വെച്ചാലും അതിൻ്റെ ഒരു വില വീട്ടിൽ നിന്ന് തരുന്നില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല അവളതിങ്ങനെ പറയണേ എന്ന് പറഞ്ഞിട്ട് ഈ ചെയറിൽ, രാജേശ്വരിയുടെ ചെയറിൽ കയറി പാവം ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കണം, ഗംഭീരമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേക്കും രാജേശ്വരിയും ആസിഫും കൂടെ അങ്ങോട്ട് വരിക. ആസിഫിൻ്റെ കയ്യിലാണെങ്കിൽ 10 ലക്ഷം ഇറങ്ങിയ ബാഗും ഉണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴും പാവം ഇത് കാണുന്നില്ല, ഇതിങ്ങനെ അതിൽ ഇതിങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പക്ഷെ അപ്പൊന്നും രാജേശ്വരി ഒന്നും പറയില്ല കേട്ടോ. പിന്നെ വേഗം ക്യാബിലേക്ക് ചെല്ലുമ്പോൾ രാജേശ്വരിയെ കാണുമ്പോൾ ശാരദ എഴുന്നേക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശാരദയോട് പറയും ഇരിക്കുക എഴുന്നേക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പോഴൊക്കെ ഭയങ്കര ഭവ്യതയോട് കൂടിയിട്ടാണ് രാജേശ്വരി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പറയും, രാജേശ്വരിയോട് ചോദിക്കുകയാണ് കാവേരി എവിടെ, ഞാൻ കാവേരിയെ കാണാൻ വേണ്ടി വന്നതാണ് അറിയും. കാവേരി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അറിയും. അപ്പോൾ മനസ്സിലായി ഇവർക്ക് ഇതൊന്നും അറിയാണ്ടേ വന്നത് എന്നുള്ളത് മനസ്സിലായി. രാവിലെ അവൾ ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് പോകുന്നത്, ഇനി ഉച്ചയ്ക്കും ഒന്നും കഴിക്കില്ല, അവൾക്കുള്ള ഭക്ഷണം കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. അപ്പോൾ മനസ്സിലായി ആസിഫേ എന്ന് പറയും. അപ്പോൾ ആസിഫ് വേഗം പണം അടങ്ങിയ ബാഗ് മറച്ച് പിടിക്കുകയാണ് കേട്ടോ. അതിൽ പറയും, അത് ശരി, അവളെ കാണാൻ വന്നത്, അവളെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയല്ലോ എന്നറിയും. അപ്പോൾ ഒഴിവാക്കിയോ എന്നറിയാം. എൻ്റെ മകനെ കല്യാണം കഴിക്കണം. അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നവീൻ പറഞ്ഞതാണ് ചിന്തിക്കുന്നത്, അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളെ കല്യാണം കഴിക്കുകയും ചെയ്യും, ഈ റിസോർട്ട് അവൾക്ക് സ്വന്തമാക്കി കൊടുക്കുകയും ചെയ്യും എന്ന് അവൻ പറഞ്ഞതും ഒക്കെ. ഇവള് എന്താണ് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇതിലും വലിയ റിസോർട്ട് ഞാൻ പണിയെന്ന് പറഞ്ഞതും ഒക്കെയാണ് രാജേശ്വരിയുടെ മനസ്സിൽ. അവളൊരു ഓളത്തിൽ പറഞ്ഞു പോയതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ അത് കാണുമ്പോഴാണ് അതൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ പറയും, അത് ശരി, ഞാൻ എൻ്റെ സീറ്റിൽ കയറിയിരുന്ന അവളെ ഞാൻ എപ്പോഴേ ഒഴിവാക്കി, എൻ്റെ മകനെ കല്യാണം കഴിക്കണം, എൻ്റെ ഈ റിസോർട്ട് അവൾക്ക് ഭരിക്കണം എന്നൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹം. മാത്രമല്ല ഇവിടെ വരുന്ന പിന്നെ കസ്റ്റമേഴ്സിനെ മുഴുവൻ അവൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു രാജേശ്വരി, ഒരു പാവം ഒരു സാധു സ്ത്രീയാണ്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അവിടെ ഹോം സ്റ്റേ തുടങ്ങുന്നത് പോലും എനിക്കറിയില്ലായിരുന്നു, അവരെന്തൊക്കെയോ പറയണു തീരുമാനിക്കണു എന്നൊക്കെ പറയും. അപ്പോൾ അത് കള്ളം പറയണ്ട, പിന്നെ മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നില്ലേ, എൻ്റെ മോനെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇവരെക്കുറിച്ച് ഇല്ലാത്ത കുറേ പുരാതികൾ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ചതുകൊണ്ട് എനിക്ക് ഇരിക്കാനുള്ള രാജേശ്വരി സത്യപാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാനുള്ള ചെയറാണ്, അതിൽ കണ്ട തെണ്ടിപ്പട്ടികൾക്ക് കയറി ഇരിക്കാനുള്ളതൊന്നുമല്ല, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടുന്ന് ഇറക്കി വിടുക കേട്ടോ.
പാവം അതൊന്നും മിണ്ടാണ്ട് പോയി. അരവിന്ദ് ചേട്ടനെ എനിക്കിഷ്ടമാണ്. അരവിന്ദ് ചേട്ടൻ്റെ കുടുംബം അരവിന്ദ് ചേട്ടൻ മരിച്ചതോടുകൂടി കുടുംബം അനാഥാവണ്ട, പട്ടിണിയാണ്, പരിവട്ടാണെന്നും പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് ജോലി കൊടുത്തത്. എന്നിട്ട് അവൾ കാണിച്ചു വെച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് രാജേശ്വരി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പട്ടീനെ ആട്ടി ഇറക്കും പോലെ അതിനെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതങ്ങനെ ഇറങ്ങിപ്പോവും. മുറ്റത്തെത്തുമ്പോഴേക്കും രാജേശ്വരി പിറകെ. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് ഇത് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മുറ്റത്തെത്തുമ്പോൾ രാജേശ്വരി ശാരദയെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാൽ ഇതും കൂടെ കൊണ്ടുപോയിക്കോ, ഇവിടെ ആരുടെയും ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ലഞ്ച് ബോക്സ് റോട്ടി ഇങ്ങനെ അവരെ മുന്നിലേക്ക് ഒരൊറ്റ ഇറങ്ങോട്ട് എറിയും. അതങ്ങോട്ട് തുറന്ന് ആ ചോറ് മുഴുവൻ മുറ്റത്ത് വീഴുകയാണ് കേട്ടോ. അതിൽ പറയും, ഇത് ഞാൻ കളയില്ല രാജേശ്വരി, ഇതിലൊരു ഒറ്റ വറ്റുപോലും ഞാൻ കളയില്ല, കാരണം ഇതിൻ്റെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാനൊരിക്കലും ഇത് കളയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗതി നാളെ രാജേശ്വരിക്കും വരാതിരിക്കട്ടെ എന്നൊരു വാക്ക് അവരവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാവം അത് അവിടെ ഇരുന്നിട്ട് ആ വെറ്റ് മുഴുവൻ വാരി ചോറ് പാത്രത്തിൽ തന്നെ തിരിച്ചാക്കുന്നുണ്ടേ. അപ്പോഴേക്കും അത് കണ്ടിട്ട് അയമ്മ അങ്ങോട്ട് ചവിട്ടിത്തുള്ളി അങ്ങോട്ട് പോവുകയാണ് രാജേശ്വരി. അപ്പോഴേക്കും അവിടെ ആ റിസപ്ഷനിലിരുന്ന പെൺകുട്ടി ഓടി വന്നിട്ട് സഹായിക്കാൻ നിൽക്കുമ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അതാണ് തിരിച്ചങ്ങോട്ട് കയറിപ്പോവും. ഇവരിങ്ങനെ കരഞ്ഞ് കണ്ണുനീര് തുടച്ചാണ് ആ ചോറ് വാരി ആ ലഞ്ച് ബോക്സിലിടുന്നത് കേട്ടോ. പിന്നെ കാണുന്നത് എന്താണ്, ജയപാലിൻ്റെ എൻട്രിയാണ്. ജയപാൽ വന്നിട്ട് അവരിനി പറയാനൊന്നും ബാക്കിയില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് നിങ്ങളിങ്ങനെ ഹോം സ്റ്റേ തുടങ്ങിയത്, ആൾക്കാർ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയോ? അപ്പോൾ ഈ ഹോം സ്റ്റേ തുടങ്ങണമെങ്കിൽ അതിലേക്ക് ലൈസൻസ് വേണം, പഞ്ചായത്തിൻ്റെ NOC വേണം, അങ്ങനെ പലതും വേണം. അതൊന്നും ഇല്ലാണ്ടാണ് ഹോം സ്റ്റേ തുടങ്ങിയത്. അതൊന്നും ഇല്ലാണ്ട് ഹോം സ്റ്റേ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള അതൊന്നും ഇല്ലാണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരെ താമസിപ്പിക്കുന്നത് അതിന് വേറെ പേരാണ് വരിക. അതുപോലെ അന്ന് ഇവിടെ തമിഴന്മാർ വന്നിട്ട് അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇവിടെ ഫുൾ പബ്ലിക്കാണ്. അത് അയാൾ തന്നെയാണ് എടുത്തത്. അയാളെടുത്തിട്ട് അയാൾ പബ്ലിക്കാക്കിയതാണ്. അപ്പോൾ അതേപോലെ രാജേശ്വരിയുടെ കാല് പിടിച്ചിട്ടുണ്ടോ ഞാൻ, അവൾ അവിടെ വരുന്ന പിന്നെ കസ്റ്റമേഴ്സിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അങ്ങനെയൊന്നും പാടില്ല, ചെയ്യാൻ പാടില്ല. അവരോട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം, പോയി ജയിലിൽ കിടക്കായിരുന്നു, അതൊന്നും വേണ്ടാറുണ്ട്. ഞാനാണ് അവളുടെ കാല് പിടിച്ചത്, കാര്യം കൂടപ്പുറപ്പൊക്കെ തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അങ്ങനെ കുറേ പറയുകയാണ് കേട്ടോ. ആ ശാരദേനെയും മക്കളെ അവിടെ നിർത്തി പൊരിക്കുകയാണ്. പക്ഷേ കാവേരി അവിടെ ഇല്ല, ഗംഗയും യമുനയും നിളയും മാത്രമേ ഉള്ളൂ, അച്ചമ്മയുണ്ട്, വേറെ ആരുമില്ല. അങ്ങനെ നിർത്തി പൊരിക്കണം. ശാരദ ഒന്നും ഇടില്ല, അല്ല ജയപാലേട്ട അങ്ങനെ അല്ല, ഇവരെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാൻ അന്ന് പറഞ്ഞു എന്താണ് ഇയാൾ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ മക്കൾ ഹോം സ്റ്റേ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നത് വിശ്വസിച്ചില്ല. പെങ്ങളെന്ന് ശാരദേനെ വിളിക്കുക, പെങ്ങൾ വരെ അന്നത് തമാശയായിട്ട് കരുതി, അതല്ല സത്യമാണ്, അരവിന്ദൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് ഇവരെന്നെ കടന്നിട്ട്. അങ്ങനെ വായ തോന്നിയതൊക്കെ അയാൾ പറയുന്നുണ്ട്, ഇവർക്കൊന്നും പറയാൻ നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അപ്പോഴാണ് പറയുക ഹോം സ്റ്റേ തുടങ്ങിയതിന് ഇതിന് പിന്നെ ഒരു ലൈസൻസും ഇല്ലാണ്ട് തുടങ്ങിയതിനും പല പേരുമാണ് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും രാധമ്മ പറയും, അതായത് അച്ചമ്മ പറയുന്നുണ്ട്, ജയപാല അത് കുറച്ച് വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. അപ്പോൾ ഞാൻ പറയുന്നതല്ലമ്മേ, റോട്ടിലോട്ട് ഇറങ്ങി നോക്ക്, നിങ്ങൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഒന്നും അറിയാത്തത്. ഇവിടുത്തെ ഒരു ഈച്ച അനങ്ങിയ ഒരു ഇല അനങ്ങിയ അത് ഈ നാട് മുഴുവൻ അറിയുന്നുണ്ട്. കാരണം മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ് ആണുങ്ങൾ. അരവിന്ദൻ്റെ പെൺമക്കളെ 4 എണ്ണമല്ലേ ഇവിടെ ഉള്ളത്, എന്താ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് കുറേ പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മറ്റേ വിനീതിൻ്റെ അമ്മ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ അമ്മായി, അതിങ്ങോട്ട് വന്നിട്ട് ശാരദ എന്ന് വിളിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ശാരദ പറയാം, ഇരിക്ക്, എന്താണ് അതിൻ്റെ പേരെന്താ, ലളിതല്ല വേറെ എന്തോ ഒരു പേരാണ്, ഇരിക്കറിയാം. ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല, നിന്നെ കാണുന്നാലും വർത്തമാനം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ എൻ്റെ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്, പക്ഷേ രാവിലെയാണ് അവൻ വന്നത്. അവനെ വല്ല കാള കുത്തി മറിച്ചിട്ട പോലെ അവൻ്റെ ദേഹം മുഴുവൻ മുറിയാണ്. അപ്പോൾ ഉള്ളിലാണ് കുഴപ്പം, പുറത്തല്ല എന്ന് പറഞ്ഞു വൈദ്യർ. എന്തിനാണ് നിങ്ങൾക്ക് എന്താ ഗുണ്ടയായിട്ടാണോ അവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് വെച്ചിട്ട് അവരെ വക വേറെ. അപ്പോൾ ശാരദ പറയും, ഇതൊന്നും ഞാനറിയില്ല, അത് നീ പറയുന്നത് കള്ളാണെന്നല്ല, നീ അവനെ വിളിച്ചില്ല, അവൻ്റെ ഫോണിലേക്ക് നീ വിളിച്ചില്ലേ എന്ന് ചോദിക്കണം. അത് ശരിയാണ്, വിളിച്ചിരുന്നു, പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് അറിയില്ല.
അങ്ങനെ അവരുടെ വക കുറേ അതിലിതൊക്കെ കേൾക്കുമ്പോൾ ജയപാൽ ദേഷ്യപ്പെടുക. ജയപാൽ പറയും, പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഗംഗയ്ക്കൊരു ആലോചന കൊടുക്കുന്നത്, അതിന് നിങ്ങൾക്കാർക്കും താല്പര്യമില്ലല്ലോ, ഇനി ഇവിടുന്ന് നല്ലൊരു പെണ്ണ് ഒരു കുട്ടിയുടെ കല്യാണം കഴിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ പിന്നെ എന്താണ് ശാരദേനല്ല ഈ വിനീതിൻ്റെ അമ്മേനെ വെല്ലുവിളിക്കുക ജയപാൽ. മേലാൽ നിൻ്റെ മകൻ ഈ പടിക്ക് ഉള്ളിലേക്ക് കയറി പോകരുത്. അയാൾ അങ്ങോട്ട് തീരുമാനിക്കുന്നതാണ്. ഇവരൊന്നും അറിയുന്നില്ല, ഇവർക്കൊന്നും പറയാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ പറയും, അവൻ ഇങ്ങോട്ട് വരരുത്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കാം, എൻ്റെ മക്കളാണ്, ഇല്ലാന്നുള്ളൂ, പക്ഷേ എൻ്റെ മക്കളാണ് അവരറിയും, നിങ്ങളെ മക്കളാണെങ്കിൽ നിങ്ങൾ എന്താ മര്യാദയ്ക്ക് വളർത്തണം എന്ന് പറയാണ് ജയപാലിനോട് മറ്റേ വിനീതിൻ്റെ അമ്മ. അപ്പോൾ പറയും, മര്യാദയ്ക്ക് തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത്, ഞാൻ ഓരോരുത്തരായിട്ട് ഞാൻ കൈ പിടിച്ചു കൊടുക്കും, അപ്പോൾ ഞാൻ പറയുന്നതിനനുസരിച്ചാണ് അഞ്ഞ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് നിൻ്റെ മകനോടേ ഇങ്ങോട്ട് കയറി പോരുതെന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവൻ്റെ കാലിൽ മുട്ട് ഞാൻ വിട്ടെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം നല്ല സോൾവായി വന്നിരുന്ന പ്രശ്നം അങ്ങനെ രൂക്ഷമാക്കുകയാണ് അയാൾ. ഈ ഗംഗയും യമുനയും മുഖം നോക്കി നിൽക്കുകയാണ്. കാരണം ഇവർക്കൊന്നും പറയാൻ ചാൻസില്ല. അന്ന് യവം രക്ഷിച്ചുകൊണ്ടാണ് ഗംഗ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗംഗയുടെ കാര്യം പോക്കായിരുന്നു. ഇതങ്ങനെ ഇവരും പിന്നെ വെല്ലുവിളിക്കുക, എൻ്റെ മകൻ ഇനി ഇങ്ങോട്ട് തേടി വരില്ല, നിങ്ങളാരും അങ്ങോട്ടും വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മായിയും മക്കളും ഒക്കെ ഉള്ള ആ ബന്ധം, വിനീതുമായിട്ടുള്ള ബന്ധം അന്നത്തേക്കായിട്ടും അവസാനിപ്പിക്കുകയാണ്. ജയപാലിൻ്റെ ആവശ്യം അതായിരുന്നു. കാരണം വിനീത് ഇവരെ കൂടെ നിൽക്കുന്ന അയാൾക്ക് വലിയ ചൊറിച്ചിലായിരുന്നു. അപ്പോൾ വിനീതിനെ ഇതിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെൺമക്കളെയും ശാരദേനെയും ആ വീടും ഒക്കെ ഇങ്ങനെ ചുള്ളുവിലായിട്ട് അയാളുടെ കാര്യങ്ങൾക്ക് നടത്താൻ കിട്ടുമായിരുന്നു. അതൊക്കെയായിരുന്നു അയാളുടെ പ്ലാൻ. പക്ഷെ കാവേരി അതിനൊന്നും നിൽക്കില്ല. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, മറ്റേ ജയപാലൻ പറഞ്ഞിട്ട് കാവേരി പലതും പറയും, അത് കാവേരി ഓടിക്കുന്ന വണ്ടിയിൽ നിങ്ങൾ കയറാതിരിക്കുകയാവും ഭേദം, കാരണം കാവേരി നിങ്ങളെ കൊണ്ടുപോയി കൊക്കയിലിടുള്ളൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി തൻ്റെ ഇടമുള്ള കുട്ടിയാണ്, അവളെ ഒതുക്കണം, അതിനും കൂടിയാണ് ശാരദയെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും വാഗ്വാദങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ഈ പുഴയും കടന്ന് എന്നുള്ള സീരിയൽ അതിൻ്റെ കഥ കഴിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ജീവിതം എവിടേക്കാന്നുള്ളാണ്ട് ഒരു ലക്ഷ്യമില്ലാണ്ട് ഒഴുകുന്ന പോലെയാണ്. അതിലേക്ക് ഇനി ആരെങ്കിലും നല്ലൊരു വ്യക്തി കയറി വന്നാൽ മാത്രമേ ഈ ജയപാലിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കാവേരി കയറി വരുന്നുണ്ട്, പക്ഷേ കാവേരീനെ ശാരദ തല്ലുന്നുണ്ട്. അങ്ങനെ ആകെ കല്ലങ്കോലമായിട്ടാണ് ഈ ആഴ്ചത്തെ എപ്പിസോഡുകൾ വരുന്നത്. എന്തായാലും ആരും കാണാൻ മറക്കരുത്. അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.